എല്ലാവർക്കും യു കെ എൻജിഎസിൻ്റെ കൊമേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫ്യൂച്ചർ കോൺട്രാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ പ്രൈസിംഗ് ആണ് നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫ്യൂച്ചർ കോൺട്രാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഡെറിവേറ്റീവ്സ് എന്നുള്ള പ്ലേലിസ്റ്റിനകത്ത് അവൈലബിൾ ആണ്. കൂടുതൽ ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ ഡെറിവേറ്റീവ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ കൊമേഴ്സിൻ്റെ മറ്റ് വിഷയങ്ങളുടെ ക്ലാസ്സുകളും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഫ്യൂച്ചർ പ്രൈസിംഗ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ പ്രൈസിങ്ങിൻ്റെ തിയറീസ് അല്ലെങ്കിൽ അതിൻ്റെ അപ്രോച്ചസ് അല്ലെങ്കിൽ മോഡൽസ്, ഫ്യൂച്ചർ പ്രൈസിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഫ്യൂച്ചർ പ്രൈസിങ്ങിൻ്റെ തിയറീസ് അല്ലെങ്കിൽ അപ്രോച്ചസ് അല്ലെങ്കിൽ മോഡൽസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ എന്നുള്ളത്. കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ. കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ അത് പെർഫെക്റ്റ് മാർക്കറ്റിലുണ്ട്, അതോടൊപ്പം തന്നെ ഇംപെർഫെക്റ്റ് മാർക്കറ്റിലുണ്ട്. പെർഫെക്റ്റ് മാർക്കറ്റിലും അതോടൊപ്പം ഇംപെർഫെക്റ്റ് മാർക്കറ്റിലും. പിന്നീട് രണ്ടാമത്തെ തിയറിയാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ അപ്രോച്ചാണ് എക്സ്പെക്റ്റേഷൻ. രണ്ടാമത്തെയാണ് എക്സ്പെക്റ്റേഷൻ മോഡൽ. എക്സ്പെക്റ്റേഷൻ മോഡൽ. ദെൻ തേർഡ് വൺ നോർമൽ ബാക്ക്വേർഡേഷൻ മോഡൽ. നോർമൽ ബാക്ക്വേർഡേഷൻ മോഡൽ. പിന്നീട് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ഓക്കെ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. അപ്പോൾ ഇതാണ് ഇതുമായിട്ട് ഫ്യൂച്ചർ പ്രൈസിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട തിയറീസ്. നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാരി അപ്രോച്ചാണ്. കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ. കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ നമ്മൾ പഠിക്കുമ്പം അതിൽ നമ്മൾക്ക് ഇവിടെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചർ പ്രൈസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫ്യൂച്ചർ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും രണ്ട് എലമെൻ്റാണ്. കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ പ്രകാരം ഈ അപ്രോച്ച് പ്രകാരം അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ഫ്യൂച്ചർ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് എലമെൻ്റാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഈ കാര്യമെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് 2 എലമെൻ്റാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെയാണ് സ്പോട്ട് പ്രൈസ് എന്ന് പറയും. ഓക്കെ, സ്പോട്ട് പ്രൈസ് അല്ലെങ്കിൽ കറൻറ്റ് പ്രൈസ്, ക്യാഷ് പ്രൈസ്. കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്പോട്ട് പ്രൈസ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം എന്നുള്ളത്. അപ്പോൾ സ്പോട്ട് പ്രൈസ് നമ്മൾ എന്താണെന്ന് കഴിഞ്ഞ ഇതിൻ്റെ ഓരോ ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്പോട്ട് പ്രൈസ് എന്നുള്ളത്. അതായത് സ്പോട്ട് പ്രൈസ് നമ്മളൊന്നും കൂടി പറയാറുണ്ട്, ക്യാഷ് പ്രൈസ് എന്നും കൂടി നമ്മളതിനെ പറയാറുണ്ട്. അതായത് നമുക്ക് തന്നെ പറയാം, ദ പ്രൈസ് അറ്റ് വിച്ച് അസറ്റ് ട്രേഡ്സ് ഇൻ ദ സ്പോട്ട് ഓർ കറൻറ്റ് മാർക്കറ്റ്. പ്രൈസ് അറ്റ് വിച്ച് അസറ്റ്സ് ട്രേഡ്സ് ഇൻ ദ സ്പോട്ട് ഓർ കറൻറ്റ് മാർക്കറ്റ്. കറൻറ്റ് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്പോട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന അസറ്റിൻ്റെ പ്രൈസിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, സ്പോട്ട് പ്രൈസ് എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടി പറയാറുണ്ട് ക്യാഷ് പ്രൈസ് എന്നും പറയും, അല്ലെങ്കിൽ ക്യാഷ് ഇതിനെ തന്നെയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയും, അല്ലെങ്കിൽ കറൻറ്റ് പ്രൈസ് എന്നും പറയുന്നത് ഇതിനെ തന്നെയാണ്, സ്പോട്ട് പ്രൈസിന് തന്നെയാണ്. ഓക്കെ, ആ സ്പോട്ട് പ്രൈസാണ് ഒന്നാമത്തെ ഫ്യൂച്ചർ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ എലമെൻ്റ് എന്നുള്ളത്. രണ്ടാമത്തത് കോസ്റ്റ് ഓഫ് ക്യാരിങ്. രണ്ടാമത്തെയാണ് കോസ്റ്റ് ഓഫ് ക്യാരിങ്. കോസ്റ്റ് ഓഫ് ക്യാരിങ് അണ്ടർലൈങ് കമ്മോഡിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിന് കോസ്റ്റ് ഓഫ് ക്യാരിങ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത്. അപ്പം രണ്ട് കാര്യങ്ങൾ പഠിച്ചു നോക്കുക. ഒന്നാമത്തെയാണ് സ്പോട്ട് പ്രൈസ് അല്ലെങ്കിൽ കറണ്ട് പ്രൈസ് എന്നുള്ളത്. രണ്ടാമത്തേതാണ് കോസ്റ്റ് ഓഫ് ക്യാരിങ് എന്നുള്ളത്. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ക്യാരിങ്ങിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമ്മളൊന്ന് ജസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യണം. നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാരിങ് എന്നുള്ളത്. ഈ കോസ്റ്റ് ഓഫ് ക്യാരിങ്ങിനകത്ത് പ്രധാനമായിട്ടും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തത് സ്റ്റോറേജ് കോസ്റ്റാണ്. ഓക്കെ, ഒന്നാമത്തെയാണത് സ്റ്റോറേജ്
കോസ്റ്റ് എന്നുള്ളത്. ഇപ്പോൾ സ്റ്റോറേജ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്റ്റോർ ചെയ്യുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള സേഫ് കസ്റ്റഡി ആയിട്ട് വെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്താണ് കോസ്റ്റ്. ഇപ്പോൾ വെയർ ഹൗസുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഇതിനകത്ത് വരും, റെൻറ്റ് വരും, അതോടൊപ്പം തന്നെ എന്താണ് വെയർ ഹൗസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വെയർ ഹൗസ് എക്സ്പെൻസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക, സ്റ്റോറേജ് കോസ്റ്റിനകത്ത് വരിക. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെയാണ് ഇൻഷുറൻസ് കോസ്റ്റ് എന്നുള്ളത്. രണ്ടാമത്തെയാണ് ഇൻഷുറൻസ് കോസ്റ്റ്. കോസ്റ്റ് ഓഫ് ക്യാരിങ്ങിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇൻഷുറൻസ് കോസ്റ്റ് എന്നുള്ളത്. നമുക്കറിയാം ഇൻഷുറൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സേഫ്റ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫയർ ആക്സിഡൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സേഫ്റ്റിയുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കോസ്റ്റാണ് രണ്ടാമത്തത്. ദെൻ മൂന്നാമത്തത് കോസ്റ്റ് ഓഫ് ക്യാരിങ്ങുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ കോസ്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നുള്ളത്. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് നാലാമത്തത് ഫിനാൻഷ്യൽ കോസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ഫിനാൻസിങ് കോസ്റ്റ് എന്നുള്ളത്. ഫിനാൻസിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഫിനാൻസിങ് കോസ്റ്റിനകത്ത് പറഞ്ഞാൽ ഫിനാൻസിങ് ദ അണ്ടർലൈങ് അസറ്റ്, കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് ദ അണ്ടർലൈങ് അസറ്റ്, അതാണ് ഇതിൽ വരെ ഫിനാൻസിങ് കോസ്റ്റിനകത്ത് വരെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ്, ഒന്നാമത്തെ പറഞ്ഞിട്ടാണ് സ്റ്റോറേജ് കോസ്റ്റ് എന്നുള്ളത്, സ്റ്റോറേജ് കോസ്റ്റ്, പിന്നീട് ഇൻഷുറൻസ് കോസ്റ്റ് എന്നുള്ളത്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, പിന്നെ എന്താണ് ഫിനാൻസിങ് കോസ്റ്റ് എന്നുള്ളത്. ഇതൊക്കെയാണ് ഇതിൽ വരിക കോസ്റ്റ് ഓഫ് ക്യാരിങ്ങിനകത്ത് വരിക. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ടോട്ടലാണ്, അതായത് ഇതിൻ്റെ എന്താണ് ടോട്ടൽ ഓഫ് സ്റ്റോറേജ് കോസ്റ്റ്, ഇൻഷുറൻസ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആൻഡ് ഫിനാൻസിങ് കോസ്റ്റിനെ പറയുന്നതാണ് ഗ്രോസ് ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളത്. എന്താണ് ഗ്രോസ് ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളത്, ഗ്രോസ് ക്യാരിയിങ് കോസ്റ്റ്. ഓക്കെ, ഇനി ഗ്രോസ് ക്യാരിയിങ് കോസ്റ്റിൽ നിന്ന് നമുക്ക് നെറ്റ് ക്യാരിയിങ് കോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നെറ്റ് ക്യാരിയിങ് കോസ്റ്റ് ഈക്വൽ ടു ഗ്രോസ് ക്യാരിയിങ് കോസ്റ്റ്, ഞാൻ ഇവിടെ ഷോർട്ടായിട്ട് മാത്രമേ എഴുതുന്നുള്ളൂ, ഗ്രോസ് ക്യാരിയിങ് കോസ്റ്റ് മൈനസ് കൺവീനിയൻസ് ഈൽഡ്. ഗ്രോസ് ക്യാരിയിങ് കോസ്റ്റ് മൈനസ് കൺവീനിയൻസ് ഈൽഡ്. അപ്പോൾ എന്താണ് ഈ കൺവീനിയൻസ് ഈൽഡ് നമുക്ക് നോക്കാം. എന്താണ് ഈ കൺവീനിയൻസ് ഈൽഡ് എന്ന് പറഞ്ഞാൽ, അതായത് കൺവീനിയൻസ് ഈൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈൽഡ്, അതായത് നമ്മളെന്താണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എന്താണ് സ്റ്റോറേജ് കോസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദ പോസിബിലിറ്റി ഓഫ് ഏർണിംഗ് എ ഈൽഡ് ഓൺ സ്റ്റോറിങ് ദ അസറ്റ്, അസറ്റ് സ്റ്റോർ ചെയ്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അതിൻ്റെ ഏർണിങ്സ് ആണ്. അതിൻ്റെ ഏർണിങ്സിനാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, കൺവീനിയൻസ് ഈൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കൺവീനിയൻസ് ഈൽഡ്, അതായത് സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈൽഡിനെ പറയുന്നതാണ് കൺവീനിയൻസ് ഈൽഡ് എന്നുള്ളത്. ഈ കൺവീനിയൻസ് ഈൽഡ് ഗ്രോസ് ക്യാരിയിങ് കോസ്റ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ കൺവീനിയൻസ് ഈൽഡ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കൺവീനിയൻസ് ഈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പോസിബിലിറ്റി ഓഫ് ഏർണിംഗ് എ yield on storing the asset, അതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, കൺവീനിയൻസ് yield എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് തന്നെ നെറ്റ് ക്യാരിയിങ് കോസ്റ്റിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാരിയിങ് അപ്രോച്ചസിനകത്ത് വരുന്നത്. ഇനി കോസ്റ്റ് ഓഫ് ക്യാരിയിങ് മോഡൽ നമ്മൾ പറഞ്ഞു എന്താണ് പെർഫെക്റ്റ് മാർക്കറ്റിലുണ്ട്, അതോടൊപ്പം തന്നെ എന്തുണ്ട് ഇംപെർഫെക്റ്റ് മാർക്കറ്റിലുമുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം കോസ്റ്റ് ഓഫ് ക്യാരിയിങ് മോഡൽ. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ക്യാരിയിങ് മോഡൽ ഇൻ പെർഫെക്റ്റ് മാർക്കറ്റ്, ഓക്കെ. അപ്പോൾ നമുക്കതൊരു ഫോർമുല ഉണ്ട്, നമ്മൾ പഠിച്ചു വെക്കേണ്ട. ഒന്നാമത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പ്രൈസ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസ് പ്ലസ് ക്യാരിയിങ് കോസ്റ്റ്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് അസംഷൻസ് ഉണ്ട്. ആ അസംഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അതായത് ഒന്നാമത്തെ അസംഷൻ ആണ്, അതായത് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ ഇൻ പെർഫെക്റ്റ് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് അസംഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിനകത്ത് നമ്മൾ ഫോർമുല ഡെറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്, കോസ്റ്റ് ഓഫ് ക്യാരിയിങ് പ്രൈസിൻ്റെയും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസിൻ്റെയും ഫ്യൂച്ചർ പ്രൈസ് അതോടൊപ്പം തന്നെ കോസ്റ്റ് ഓഫ് ക്യാരി, ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് ഈ ഫോർമുല എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ അസംഷൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ അസംഷനാണ് നോ
ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല, നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് അസംഷൻ ആണ് നോ റെസ്ട്രിക്ഷൻ ഇൻ ഷോർട്ട് സെല്ലിംഗ്, നോ റെസ്ട്രിക്ഷൻസ് ഇൻ ഷോർട്ട് സെല്ലിംഗ്. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ നോ റെസ്ട്രിക്ഷൻസ് ഇൻ ബോറോവിങ്, ലെൻഡിങ്, ഷോർട്ട് സെല്ലിംഗ്, പിന്നെ എന്താണ് ബോറോവിങ്, ലെൻഡിങ്. ഓക്കെ, ഷോർട്ടായിട്ട് എഴുതുന്നല്ലോ, ഷോർട്ട് സെല്ലിംഗ്, ബോറോയിങ്, പിന്നെ എന്താണ് ലെൻഡിങ്. പിന്നീട് നോ ടാക്സ് എന്നുള്ളത്, നോ ടാക്സ്, ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു അസംഷൻസ് ആണ്. ഓക്കെ, നോ ടാക്സ്. പിന്നീട് മറ്റൊരു അസംഷനാണ് ഇവിടെ എന്താണ് സീറോ ക്രെഡിറ്റ് റിസ്ക് ആണ്, അല്ലെങ്കിൽ നോ മാർജിൻ എന്ന് പറയാം. നോ മാർജിൻ അല്ലെങ്കിൽ സീറോ ക്രെഡിറ്റ് റിസ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് അസംഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നീട് മറ്റൊന്നാണ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബോറോ ആൻഡ് ലെൻഡ് വിത്തൗട്ട് എനി ലിമിറ്റ്. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബോറോ ആൻഡ് ലെൻഡ് വിത്തൗട്ട് എനി ലിമിറ്റ്. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബോറോ ആൻഡ് ലെൻഡ് വിത്തൗട്ട് എനി ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എന്താണ് അസംഷൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ അസംഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കണം. ഇനി ഈ കോസ്റ്റ് ഓഫ് ക്യാരിയിങ് മോഡലുമായിട്ട് കോസ്റ്റ് ഓഫ് ക്യാരിയിങ് മോഡൽ നമുക്ക് എങ്ങനെ നമുക്കതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം നമുക്ക് നോക്കാം. അതായത് എഫ് ഈക്വൽ ടു S0 അല്ലെങ്കിൽ S0 S0 ഇൻറ്റു 1 പ്ലസ് C0 T. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്യൂച്ചർ പ്രൈസ് ആണ്. അതെന്താണ് ഫ്യൂച്ചർ പ്രൈസ്, നമുക്കറിയുന്നതാണ് ഫ്യൂച്ചർ പ്രൈസ് ആണ്. ഇനി S0 ഉദ്ദേശിക്കുന്നത് എന്താണ്, കറൻറ്റ് സ്പോട്ട് പ്രൈസ് ആണ്. ഇത് ഫ്യൂച്ചർ പ്രൈസ്, ദെൻ കറൻറ്റ് സ്പോട്ട് പ്രൈസ്, ദെൻ 1 പ്ലസ് ഇവിടെ എന്താണ് C0 ഉദ്ദേശിക്കുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് ക്യാരി അല്ലെങ്കിൽ പറയാം എന്താണ് ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ക്യാരി അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സ്പോട്ട് പ്രൈസ്. ക്യാരിയിങ് കോസ്റ്റ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സ്പോട്ട് പ്രൈസ്, അതാണ് എന്ത് C0 T എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് പഠിച്ചു പോകണം. കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് മറ്റൊരു ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഇപ്പോൾ കോൺട്രാക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ് എന്നുള്ളത് എന്താണ് ശ്രദ്ധിക്കുക, കോൺട്രാക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ് ഗ്രേറ്റർ ദാൻ കോൺട്രാക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ് ആണ് കൂടുതലെങ്കിൽ കാൽക്കുലേറ്റഡ് ഫ്യൂച്ചർ പ്രൈസിനേക്കാളും കോൺട്രാക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ് ആണ് കൂടുതൽ എങ്കിൽ നമ്മൾ ആ ഒരു ആർബിട്രേജിനെ പറയുന്നതാണ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് എന്നുള്ളത്. എന്താണ് ക്യാഷ് ഉണ്ടെന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം, ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് എന്നുള്ളത്. ഇപ്പോൾ ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ എന്താണ് കോൺട്രാക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ് ഗ്രേറ്റർ ദാൻ ദ കാൽക്കുലേറ്റഡ് ഫ്യൂച്ചർ പ്രൈസ് ആണെങ്കിൽ അതിന് പറയുന്നതാണ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ നേരെ തിരിച്ചാണെങ്കിൽ, അതായത് എന്താണ് കോൺട്രാക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ് എന്നുള്ളത് ലെസ് ദാൻ ദ കാൽക്കുലേറ്റഡ് ഫ്യൂച്ചർ പ്രൈസ് ആണെങ്കിൽ എന്താണ് ഒരു ആർബിട്രേജ് അവിടെ വരും. ആ ആർബിട്രേജിനെ പറയുന്നതാണ് റിവേഴ്സ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് ടേം ഇതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. റിവേഴ്സ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് എന്നുള്ള റിവേഴ്സ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ്. ഓക്കെ, രണ്ട് പേരാളാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ്, രണ്ടാമത്തെ റിവേഴ്സ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതോടൊപ്പം തന്നെ അപ്പോൾ നിങ്ങൾക്ക് ആർബിട്രേജ് എന്നുള്ള പ്രോസസ്സ് നിങ്ങൾ പലപ്പോഴും പഠിക്കുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റീസിനകത്തും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ടേം ഇവിടെ വന്നുകൊണ്ടാണ് പറയുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ആർബിട്രേജ് എന്നുള്ളത് നോക്കാം. ആർബിട്രേജ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ് സൈമൾട്ടേനിയസ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ എന്താണ് കമോഡിറ്റീസ്
എന്നാൽ ഇൻ ഡിഫറൻറ്റ് മാർക്കറ്റ് ഓർ ഡെറിവേറ്റീവ് ഫോംസ് ഇൻ ഓർഡർ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഡിഫറൻസ് പ്രൈസ് ഫോർ ദ സെയിം അസറ്റ്. ഇതാണ് ആർബിട്രേഷൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ബൈ ജസ്റ്റ് അത് നമ്മൾ നോട്ട് ചെയ്തുള്ളൂ. സൈമൾട്ടേനിയസ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ എന്താണ് കമോഡിറ്റീസ് എന്താണ് ഇൻ ഡിഫറൻറ്റ് മാർക്കറ്റ് ഓർ in derivative forms in order to take advantage of difference in price of same asset. In order to take advantage of difference in price for the same asset അതിനെയാണ് ആർബിട്രേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റിയുടെ രണ്ട് മാർക്കറ്റിലുള്ള വില വ്യത്യാസത്തെ ലാഭകരമാക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് ആർബിട്രേജ് അല്ലെങ്കിൽ ആർബിട്രേജ് പ്രോസസ്സ് എന്നുള്ളത്. ഒന്നുകൂടി പറയുന്നത്, ഒരു സെക്യൂരിറ്റിയുടെ രണ്ട് മാർക്കറ്റിലുള്ള വില വ്യത്യാസത്തെ ലാഭകരമാക്കുന്ന പ്രോസസ്സിനെയാണ് ആർബിട്രേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ കുറഞ്ഞ പ്രൈസിന് നമ്മൾ വാങ്ങിയിട്ട് കൂടിയ പ്രൈസിന് വിൽക്കുന്നു. കുറഞ്ഞ പ്രൈസിന് വാങ്ങിയിട്ട് എന്താണ് കൂടിയ പ്രൈസിന് വിൽക്കുന്നു. അത് നമുക്ക് തന്നെ പറയാം. എന്താണ് ബൈയിങ് എ കമോഡിറ്റി, എന്താണ് ബൈയിങ് എ കമോഡിറ്റി ഓർ എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, കമോഡിറ്റി ആവാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആവാം, അറ്റ് ലോവർ പ്രൈസ്, എന്താണ് ലോ പ്രൈസിന് നമ്മൾ എന്ത് ചെയ്യുന്നു വാങ്ങിക്കുന്നു, അറ്റ് ലോ പ്രൈസ് മാർക്കറ്റ് ആൻഡ് സെല്ലിങ് ഇറ്റ് ഇൻ എ ഹൈ പ്രൈസ് മാർക്കറ്റ് ആൻഡ് സെല്ലിങ് ഇറ്റ് ഇൻ എ ഹൈ പ്രൈസ് മാർക്കറ്റ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആർബിട്രേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇവിടെ നിന്നായിരിക്കും ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ പ്രൈസ് ആൻഡ് ലോ പ്രൈസ്. ഹൈ പ്രൈസ് അതോടൊപ്പം തന്നെ ലോ പ്രൈസ്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്നുള്ള പ്രോഫിറ്റ് എന്നുള്ളത്. ഓക്കെ, അതായത് കുറഞ്ഞ പ്രൈസിന് നമ്മൾ വാങ്ങിയിട്ട് എന്താണ് കൂടിയ പ്രൈസിന് വിൽക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് എന്താണ് ആർബിട്രേജ് എന്നുള്ളത്. അതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, ആർബിട്രേജ് പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആർബിട്രേജ് പ്രോസസ്സിൽ വരുന്നത് എന്താണ്, നെക്സ്റ്റ് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആർബിട്രേജ് പ്രോസസ്സിനകത്ത് നെക്സ്റ്റ് ഒരു സെക്കൻഡ്, ആർബിട്രേജ് പ്രോസസ്സ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പെർഫെക്റ്റ് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ ആർബിട്രേജ് പ്രോസസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാരി, ആർബിട്രേജ് എന്നുള്ളത് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാരിനകത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. എന്താണ് റിവേഴ്സ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ്, അതോടൊപ്പം തന്നെ ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജും എന്നുള്ളത് അത് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാരിനകത്തുള്ള പെർഫെക്റ്റ് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ദെൻ നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ ഇൻ ഇംപെർഫെക്റ്റ് മാർക്കറ്റ്, കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ ഇൻ ഇംപെർഫെക്റ്റ് മാർക്കറ്റിൽ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അസംഷൻസ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ പെർഫെക്റ്റ് മാർക്കറ്റിലെ അസംഷൻസ് എന്താണ്, ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഇല്ല. എന്താണ് പെർഫെക്റ്റ് മാർക്കറ്റിനകത്തുള്ള എന്താണ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ അസംഷന് പ്രാക്ടിക്കലായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഇല്ല. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും 5 തരത്തിലുള്ള ഇംപെർഫെക്ഷൻസിനാണ് ഇവിടെ എന്താണ് നോട്ടീസ്ഡ് ഇൻ ദ മാർക്കറ്റ്. 5 തരത്തിലുള്ള ഇംപെർഫെക്ഷനാണുള്ളത്. ആ ജംഗ്ഷൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. 5 തരത്തിലുള്ള ഇംപെർഫെക്ഷനാണുള്ളത്. ഒന്ന്, ദർ ആർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഒന്നാമത്തെയാണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെയാണ് ദർ ആർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ദെൻ രണ്ടാമത്തത് അൺഈക്വൽ ബോറോവിങ് ആൻഡ് ലെൻഡിങ് റേറ്റ്, അൺഈക്വൽ ബോറോവിങ് ആൻഡ് ലെൻഡിങ് റേറ്റ്. ദെൻ തേർഡ് വൺ റെസ്ട്രിക്ഷൻസ് ഓൺ ഷോർട്ട് സെല്ലിങ്. ദെൻ ഫോർത്ത് വൺ സെൽ ബൈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ബിഡ് ആസ്ക് സ്പ്രെഡ് എന്ന് പറയാം. സെൽ ബൈ പ്രോഫിറ്റ്. ദെൻ ഒരു അതിൻ്റെ ഇംപെർഫെക്ഷൻ നോട്ടിഫൈ ചെയ്യുന്നൊരു ഇംപെർഫെക്ഷൻ കൂടിയുണ്ട്. നെക്സ്റ്റ് ആണ് ലിമിറ്റേഷൻ ടു സ്റ്റോറേജ്. അഞ്ചാമത്തെ ലിമിറ്റേഷൻസ് ടു
സ്റ്റോറേജ്. അതായത് ഇവിടെ കമ്മോഡിറ്റീസ് നമ്മൾക്ക് എന്താണ് അത്ര നന്നായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളത്. ഓക്കെ, ഇതാണ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽസിൻ്റെ ഇംപെർഫെക്റ്റ് മാർക്കറ്റിൽ എന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഫ്യൂച്ചർ പ്രൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡായിട്ടുള്ള എന്താണ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാരി അപ്രോച്ച്. അതെന്താണ് പെർഫെക്റ്റ് മാർക്കറ്റിലും പിന്നീട് എന്താണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റിലും. ഇപ്പോൾ ഈ രണ്ട് കാര്യത്തിനകത്തുള്ള പെർഫെക്റ്റ് മാർക്കറ്റ് അതോടൊപ്പം തന്നെ എന്താണ് പെർഫെക്റ്റ് മാർക്കറ്റ് പിന്നീട് ഇംപെർഫെക്റ്റ് മാർക്കറ്റിലെ കോസ്റ്റ് ഓഫ് ക്യാരി മോഡലാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. കുറച്ച് കോംപ്ലിക്കേഷനുള്ള ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്താണ് കമൻറ്റായിട്ട് ചോദിക്കാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെറിവേറ്റീവ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കിത് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം എന്ത് ചെയ്യുക, ക്ലാസ് ഷെയർ ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.